കണ്ണനും ലച്ചുവിനും ഇതാ ഊഞ്ഞാല് മേടിച്ചിട്ട് കെട്ടാനുള്ള തയ്യാറെടുപ്പാണ്. എന്താ ഇത് കെട്ടാൻ നമുക്കിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ആണ് നമ്മൾ ഇതിൽ കെട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ല, സ്ഥലമില്ല, മുറ്റം ഇല്ലല്ലോ. അപ്പോൾ ഇത് ഉള്ള സ്ഥലത്ത് കെട്ടാനായിട്ടുള്ള പരിപാടിയാണ്. ഇന്നലെ ഞങ്ങൾ മരോടിച്ചാൽ വന്നിട്ടാണ് ഈസ്റ്ററിൻ്റെ പടക്കം ഇവിടെ പൊട്ടിച്ചതെന്ന് കണ്ണാമ്മി. ലച്ചു ഹായ് പറയേ. ലച്ചു ലച്ചുവിന് ഊഞ്ഞാലാണുള്ള ത്രില്ലിലാണ് ലച്ചു. കണ്ണനാണ് ഇതാ കണ്ടോ, ഇതാണ് കണ്ണൻ്റെ കളി. വീഴും. ഇതാ ഊഞ്ഞാല് കെട്ടൻ്റെ പരിപാടി നടക്കട്ടെ. അപ്പം ഇന്ന് നമുക്ക് പരിപ്പും വെള്ളരിക്കയും മാങ്ങയും കൂടിയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതാ അതിൽ പരിപ്പ് വെള്ളരിക്കയും കൂടെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാനായിട്ട് വെക്കാം നമുക്ക്. നമ്മൾ അതിലേക്ക് നാളികേരം മുളക് പൊടി എടുത്തിട്ട് അരയ്ക്കുക. മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളതിലേക്ക് മാങ്ങ ഇട്ടു. ആ വെന്തരിക്കണേക്ക് ഇനി അരപ്പും കൂടി ചേർത്തിട്ട് മാങ്ങ വേകുമ്പോഴത്തേനും അതിലേക്ക് അരപ്പ് പിടിച്ച് നന്നായിട്ട് ഉപ്പും എരിവും പുളിയൊക്കെ ഇറങ്ങിയ നമ്മൾ കടുക് തളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, വെള്ളരിക്ക പരിപ്പ് മാങ്ങക്കറി റെഡിയാവും. പിന്നെ അതിരുന്നിട്ടൊന്നും നന്നായി തിളയ്ക്കട്ടെ. നമ്മുടെ എണ്ണ ചൂടായി, അതിലേക്ക് കടുകും വേപ്പിലിട്ട് കടുക് പൊട്ടി. അപ്പോൾ ഇത് താളിക്കാനായിട്ട് താളിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അതെ, പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് താളിക്കാനായിട്ട് കടുകും വേപ്പിലയും മൂപ്പിച്ചിട്ടു കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്ക കറി റെഡിയായി. നല്ല ഇതിൻ്റെ കൂടെ ഉണക്കമാന്തൾ വറുത്തതോ അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തതോ കൂട്ടി കഴിച്ചാൽ ഈ പപ്പടം ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഇതാക്കുക. കണ്ടോ, അപ്പം ചക്കക്കുരു ഇട്ട് ഇതിൽ വെക്കും. അപ്പം ഞാൻ ചക്കക്കുരു ഇട്ടില്ല, വെള്ളരിക്കയും കണിവെള്ളരി വെച്ചതിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇന്നത്തെ ഉച്ചത്തെ കറികൾ പരിപ്പും വെള്ളരിക്കയും മാങ്ങയും വെച്ചത്, പോർക്ക് വരട്ടിയത് ഇന്നലെ വരട്ടിയതാണ് കേട്ടോ. പിന്നെ ഉണക്കമീൻ കറി വെച്ചത്, പപ്പടം. ഉണക്കമീനും പപ്പടമൊക്കെ അമ്മയ്ക്ക് പ്രഷർ നന്നായി കുറഞ്ഞു. അപ്പോൾ ഉപ്പിൻ്റെ മീൻ കഴിക്കാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഉപ്പ് കൂട്ടിയിട്ട് കൂടുതലുള്ള കഴിക്കാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കൂടുതലും പപ്പടവും ഉണക്കമീനൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ടാക്കാറില്ല അധികം. കാരണം എന്ന് വെച്ചാൽ ഒക്കത്തിനും പ്രഷറിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ച വിഭവങ്ങൾ ഇവിടെ കഴിഞ്ഞു. ഊഞ്ഞാൽ തട്ടി ഊഞ്ഞാലിരുത്തി ആട്ടവും തുടങ്ങി. എന്താ മൊബൈൽ നോക്കുന്നത്? ചുട്ടിയെ കളിക്കാനൊന്നുമില്ല പൊന്നൂന്. രണ്ടാളും ഇത് സ്നേഹത്തോടു കൂടിയ മൊബൈൽ വെക്കണേ നോക്ക്. ചേണ് കഴിക്കുകയാണ്. ചുട്ടിയെ ചുട്ടിയെ ചൂന എങ്ങനെയുണ്ട്? അവള് കഴിച്ചു തുടങ്ങിയിട്ടില്ല. കണ്ണമ്മോനെ വിളിച്ചിട്ടിട്ട് വന്നിട്ടുമില്ല. ലച്ചു ആട്ടുകത്തില് ലച്ചുവിൻ്റെ പാവക്കുട്ടീനെ ഇട്ടിട്ട് പോയേക്കാണ്. എന്താ ഒരാൾ കിടന്നിട്ട് ഊഞ്ഞാലാട് ഊണും കഴിഞ്ഞ് ഇനി ഊഞ്ഞാലാട്ടം കുറച്ച് നേരം അല്ലേ നീലാണ്ടാ? കിടന്നുറങ്ങണേ. നിന്നെ ഇവിടെ എത്ര കിടക്കണത്? ഇവിടെ കിടന്നോട്ടാ. വൈകുന്നേരം ഇവിടെ കിടക്കണോ? നീ എന്താ വൈകുന്നേരം ഇവിടെ അല്ലേ കിടക്കുക? നിന്റെ ഇവിടെ കിടത്ത് ഞാൻ. ഓക്കെ അല്ലേ? ഇഷ്ടമായി ഊഞ്ഞാല്? കളർ ഇഷ്ടമായില്ലേ? വീട്ടിന് കളർ എന്ന് പറയാനായിട്ട് ഇത് ഊഞ്ഞാലാടാനാ, അല്ലാണ്ട് ഇട്ടുകൊണ്ട് കിടക്കാനല്ല. അപ്പോൾ അതാ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അടുത്ത വീട്ടിൽ ചേച്ചി തന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ചക്ക വറുക്കാം. കുറച്ച് ചക്കപ്പഴവും ചക്കപ്പുഴുക്കൊക്കെ കഴിച്ചായിരുന്നത്. ഞങ്ങളിരുന്നപ്പിന് ചക്ക പുഴുക്ക് ഇത് കഴിഞ്ഞ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണോ വേണയോ എന്നിങ്ങനെ. അത് ചക്കപ്പുഴുക്ക് വേണ്ട ചേട്ടാ, ചക്കപ്പുഴുക്ക് വേണ്ട ചേട്ടന്, ചക്കപ്പുഴുക്ക് വേണ്ട. അതിന് പകരം ചക്ക വറുത്താൽ മതി. നമുക്കിതാ ചക്ക വറുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കറണ്ടില്ല, അതുകൊണ്ട് ഇതാ ചക്ക വറുക്കുന്നത് കാണാനായിട്ട് വീട്ടിലാണ് ടോർച്ച് കളിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എമർജൻസിയൊക്കെ ഡിമ്മായി. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കും ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ അരിഞ്ഞ് വെച്ചേക്കണം. അപ്പോൾ നമുക്കിനി ചക്ക വറുക്കാൻ നോക്കാം. നമ്മുടെ ചക്ക വറുത്തത് ഇങ്ങനെ പകുതി മൂക്കാലൊരു
എന്താ പറയുക ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് നീര് തളിക്കണം. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് ഇത് റെഡിയായി. അത് കണ്ണനിൽ വെച്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടത്താണ്, കറണ്ടില്ല. കറണ്ട് ഇവിടെ ഇടിവെട്ടും മഴയൊക്കെയാണ്. അപ്പോൾ അതാ അവരെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാകം. നല്ല ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ കോരി മാറ്റുക. കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാൻ ഇവിടെ കറണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ്, ലൈക്ക്, ഷെയർ ഞങ്ങളുടെ കൂടെ നിൽക്കുക. എല്ലാവർക്കും ബൈ ബൈ.